എന്ത് രസമല്ലേ നമ്മുടെ കുഞ്ഞു മക്കൾ ഇങ്ങനെ വാശി പിടിക്കുന്ന കാണാൻ. എന്തൊരു ക്യൂട്ടാണത്. എന്നാൽ ഈ വാശി സ്ഥിരമായാലോ വഴക്ക് പറയേണ്ടി വരും. വഴക്ക് പറയാതെ തന്നെ നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളല്ലേ നിങ്ങൾ? പ്രത്യേകിച്ച് കുട്ടി കുറച്ച് കുസൃതി കൂടുതലുള്ള ആളാണെങ്കിൽ പറയണ്ട. നമ്മുടെ മക്കളെ വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടി വഴക്ക് പറയുക, അടിക്കുക, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പരീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഈ വഴക്ക് പറയുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ കുട്ടികൾ അതിനായിട്ട് ട്രെയിൻ ചെയ്യപ്പെടുകയാണ്. അതായത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അത് വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി പറഞ്ഞാലോ മാത്രം അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ആ വഴക്ക് അവർക്കൊരു സിഗ്നലായി മാറുകയാണ്. നമ്മൾ ഈ ശകാരിച്ചുകൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് മനസ്സില്ല മനസ്സോടെ ആയിരിക്കും. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ശകാരങ്ങൾ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് ഭാവിയിൽ വളർന്നു വരുന്ന അവരുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്ന സമയത്ത് അവരുണ്ടാക്കുന്നതിനേക്കാൾ വലിയ ശബ്ദം ഉണ്ടാക്കി അവരെ പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുടെ കൂടെ നിൽക്കുക, അവരുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സമയം അവർക്ക് കൊടുക്കുക. എന്നതിന് ശേഷം അന്നേ ദിവസം രാത്രി അല്ലെങ്കിൽ അവർ ശാന്തമായതിനു ശേഷം അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അല്ലാതെ കുട്ടികളെ ഹൈപ്പർ ആവുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഹൈപ്പർ നിങ്ങളാവാൻ നിന്നാൽ ശരിയാവില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസമാണ്. കാരണം എല്ലാവരും മനുഷ്യന്മാരല്ലേ, ചില സമയത്ത് പാരൻസിനും കയ്യിൽ നിന്ന് പോകും. പ്രശ്നമില്ല, സമാധാനത്തിലിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ ഒരു വട്ടം ഒന്ന് ദേഷ്യപ്പെട്ടു പോയാൽ അതിന് അവരോടൊരു സോറി പറയുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ജെൻറ്റിൽ പാരൻറ്റിങ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളെ ഷൗട്ട് ചെയ്ത് പേടിപ്പിച്ച് നിർത്തുകയല്ല വേണ്ടത്, അവരുടെ കൂടെ നിൽക്കുക വേണ്ടത്.